തിയഡോർ ടിൽട്ടൻ്റെ ഒരു പോയമുണ്ട്, ദ കിങ്സ് റിംഗ് എന്ന് പറഞ്ഞിട്ട്. ഒരു അറേബ്യൻ രാജാവിൻ്റെ മോതിരം എന്നാണ് കഥയുടെ ആ പോയത്തിൻ്റെ ഒരു അടിസ്ഥാനം. അപ്പോൾ അയാൾ ആ മോതിരത്തിനകത്ത് എഴുതി വെച്ചിട്ടുള്ളൊരു വാക്കാണ്, ഈ സമയവും കടന്നു പോകും. ഈ സമയവും കടന്നു പോകുമെന്നൊരു വാക്ക് ആ മോതിരത്തിൽ കുത്തിവെച്ചിട്ടുണ്ട്. അയാൾ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഉണ്ടായാലും, സന്തോഷമുണ്ടായാലും, സങ്കടമുണ്ടായാലും അയാൾ അത് നോക്കിയിട്ടാണ് ആശ്വസിക്കുക, ഈ സമയവും കടന്നു പോകുമെന്നുള്ളത്. അങ്ങനെ അയാൾ ജീവിതത്തിലുണ്ടാകുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ അയാൾ തരണം ചെയ്തു പോകുന്നതും അവിടെയൊക്കെ നിലനിൽക്കാൻ കഴിയുന്നതും ഈ ഒരു വാക്കാണ്, ഈ സമയവും കടന്നു പോകുമെന്നുള്ള ഒരു വാക്ക്. അപ്പം അതൊരു അക്ഷരാർത്ഥത്തിൽ നമുക്കിടയ്ക്ക് ജീവിതത്തിൽ എപ്പോഴും ചേർത്ത് വെക്കാവുന്ന ഒരു സന്ദേശം കൂടിയാണ്. നമ്മൾ ഇതൊന്നും ഒരു എൻഡല്ല ജീവിതത്തിൻ്റെ, നമ്മൾ എത്തിപ്പെട്ടൊരു പ്രശ്നമെന്നുള്ളത് ജീവിതത്തിൻ്റെ അവസാന ഘട്ടമേ അല്ല. ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല, ഇത് ഇനിയും തുടരുകയാണ്, ഇത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം നമുക്കുണ്ടാകുമെന്നൊരു പ്രത്യാശ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യാശയുടെ വെളിച്ചമാണ് അങ്ങ് വിദൂരത്തെങ്കിലും കാണുന്ന ഒരു തിരുനാളത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ ഒരു സാഹചര്യം, ഒരു പ്രതീക്ഷയും നൽകുക. പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്ത് ഇനി എനിക്ക് ജീവിതത്തിൽ മോചനമില്ല, ഇവിടെ എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്ത് മനുഷ്യൻ വിഷാദത്തിലേക്ക് വീഴും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കും, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കും. ഇതൊന്നുമല്ല, ജീവിതം പരീക്ഷണങ്ങളാണ്, ഒന്നിനു പുറകെ ഒന്നായി വരും. ഖലീൽ ജിബ്രാൻ പറഞ്ഞതുപോലെ അറിഞ്ഞു കളിച്ചാൽ ജീവിതത്തെക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഗെയിമേ ഇല്ല എന്നാണ്. അറിഞ്ഞു കളിക്കുകയാണെങ്കിൽ ജീവിതത്തെക്കാളും ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു ഗെയിമേ ഇല്ല എന്ന്. കാരണം ഭയങ്കര ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞ ഒരു കളി പോലെയാണ് ജീവിതം. ഓരോന്നുമായിട്ട് ഒന്നിനു പുറകെ ഒന്നായി വരും. ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്തത്, അത് തീരുമ്പോൾ അടുത്തത്, അത് കഴിയുമ്പോൾ മരണം പറയും, ഇത് തുടരും. അപ്പോൾ ഒന്നിനു പുറകെ ഓരോ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരാകുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു റിലീഫുണ്ട്, ഒരു ആശ്വാസമുണ്ട്. അതാണ് സന്തോഷം എന്ന് പറയുന്നത്, അതാ ജീവിതത്തിൻ്റെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് വിജയങ്ങൾ. അങ്ങനെ കുഞ്ഞു കുറേ വിജയങ്ങളാണ് ജീവിതത്തിൽ നമ്മുടെ മുമ്പിലുള്ളത്. അതിന് കുറേ പ്രശ്നങ്ങളുണ്ടാകും. പ്രശ്നങ്ങളില്ലെങ്കിൽ നമുക്കിവിടെ റോളയില്ല, നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല. പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, അങ്ങനെ ആഗ്രഹങ്ങൾ, അങ്ങനെ പലതും നമ്മുടെ മുമ്പിലേക്ക് വരും. ഓരോന്നിൻ്റെയും പുറകെ ഓടിക്കൊണ്ടേയിരിക്കുക. അപ്പോഴും അള്ളാഹുവിനെ മറന്നു പോകാതിരിക്കുക, അതാ ജീവിതം. റബ്ബിനെ ഒരിക്കലും മറക്കാതിരിക്കുക, ഈ ജീവിതം ഇങ്ങനെ ചിട്ടപ്പെടുത്തിയവനെ മറക്കാതിരിക്കുക, റബ്ബ് ചെയ്ത നിഅമത്തുകളെ മറന്നു പോകാതിരിക്കുക, ആ നിഅമത്തുകൾ ആസ്വദിക്കുകയും ഒപ്പം അള്ളാഹു തന്ന ഈ ജീവിതത്തിൽ പരിപൂർണമായി നമ്മളെന്ത് ഇഴുകിച്ചേർന്ന് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അള്ളാഹു മരണം വെക്കുന്ന നിമിഷം വരെയും, അല്ലാതെ മരണത്തെ ചോദിച്ചു പിടിക്കാൻ പാടില്ല. നാളെ നല്ലത് സംഭവിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടല്ലോ, അത് വിടാൻ പാടില്ല ഒരു കാരണവശാലും. റൗഹില്ല എന്ന് ഒരു കാരണവശാലും നിരാശ വിശ്വാസികൾക്ക് ചേർന്ന പരിപാടിയില്ലെന്ന. നിരാശ എന്നുള്ളത് അത് അവിശ്വാസികളുടെ മനോഭാവമാണെന്ന് ഖുർആൻ സൂറത്ത് യൂസുഫ്. അത് അവിശ്വാസികളുടെ മനോഭാവമാണ് ജീവിതത്തിൽ. വിശ്വാസികൾക്ക് അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എന്നും നാളെക്കുറിച്ച് നല്ല പ്രതീക്ഷകൾ, അതാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് അറിയാമോ? ചില ആൾക്കാരെ ഭയങ്കരമായ വിഷാദത്തിലേക്ക് വീഴും, വലിയ ടെൻഷൻ. എന്താ ടെൻഷൻ? പ്രധാനമായി നമ്മുടെ ടെൻഷന് സ്വഭാവം എന്നുള്ളത്, ഒരാളിങ്ങനെ നടന്നു പോവുകയാണ്, അയാളൊരു മുതുവത്ത് വലിയൊരു ഭാരം, അയാൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ചുമന്നു കൊണ്ടുപോകാൻ കഴിയുന്നൊരു ഭാരവും ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ പോകണം, വലിയൊരു കെട്ടുണ്ട്, ഒരു പാണ്ടക്കെട്ട്. കണ്ടു നിന്ന ഒരാൾ പറഞ്ഞു, ഞാൻ സഹായിക്കാം, എന്താ ഇപ്പോൾ ഇതിനകത്ത് നിറച്ച് എന്താണെന്ന് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ലല്ലോ, ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, നമുക്കിത് എന്തായാലും ഷെയർ ചെയ്യാം, ഞാനിവിടെ പകുതി എടുക്കാം, കെട്ടഴിക്കാൻ പറഞ്ഞു. കെട്ടഴിച്ചപ്പോൾ ഒന്നുമില്ല, ശൂന്യമാണ്. അതിനകത്തൊന്നുമില്ല, വലിയ ഭാണ്ഡക്കെട്ട് ചുമക്കാൻ കഴിയാതെ ഒരു മനുഷ്യൻ കൊണ്ടുപോയി. തുറന്നു നോക്കിയപ്പോൾ ഒന്നുമില്ല. കാരണം അതിനകത്തുണ്ടായിരുന്നത് പോയ കാലത്തിന്റെ സങ്കടങ്ങളാണ്. എന്നോ നടന്ന കാര്യങ്ങളാണ്. തോറ്റുപോയ കുറെ സംഭവങ്ങളുണ്ടാവും, ദുരനുഭവങ്ങളുണ്ടാവും, കുറെ സങ്കടങ്ങൾ, മുറിവുകളുണ്ടാവും, തോൽവികളുണ്ടാവും. കഴിഞ്ഞുപോയതാ, പാസ്റ്റാണ്. കഴിഞ്ഞുപോയ കാലത്തിന്റെ ഭാരങ്ങൾ നമ്മൾ ഇനി പേരിട്ട് എന്താ കാര്യം? കഴിഞ്ഞത് കഴിഞ്ഞ തന്നെയാണല്ലോ, അതിലേക്കൊരു മടക്കമില്ല. ആ നഷ്ടങ്ങൾ വിട്ടേക്കും, ആ സങ്കടങ്ങൾ വിട്ടേക്കും. മുറിവ് ഉണങ്ങണമെങ്കിൽ അതിൽ തൊടാതിരിക്കുക, എങ്കിലേ ഉണങ്ങുള്ളൂ. പഴയ കാര്യങ്ങൾ മറക്കുക, പോയ കാലത്തിന്റെ മോശം ഓർമ്മകളെ താലോലിക്കേണ്ട കാര്യമില്ല, അതൊക്കെ മറന്നിക്കുക. പിന്നെ ഉള്ളത് എന്താ പ്രശ്നം? നമ്മുടെ പ്രശ്നം നാളെക്കുറിച്ചുള്ള ഉൾക്കൊണ്ടയാണ്. നാളെ ഇനിയിപ്പോൾ അതുണ്ട്, നാളെ അങ്ങനെ ചെയ്യണം, നാളെ അത് കൊടുക്കണം, അവിടെ കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ആ നാളെക്കുറിച്ചുള്ള പ്രശ്നങ്ങളാണ്. മോളെ കെട്ടിക്കണമെന്നേ ഭയങ്കരമായ ആദ്യമാണ്. മോളെ കെട്ടിക്കണം, വലിയ പ്രശ്നമാണ് ഇവിടെ. നമ്മുടെ രാജ്യത്ത് വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷെ മോളിപ്പോഴും സ്കൂളിൽ പഠിക്കണേ ഉള്ളൂ, 3ാം ക്ലാസ്സിൽ. അത് ആ പെൺകുട്ടിയുടെ കല്യാണോട് ഇപ്പോഴേ ടെൻഷൻ അടിക്കാൻ നിന്നാലോ? അതൊക്കെ പടച്ചോ നിശ്ചയിക്കുമ്പോൾ നടക്കൂല. അപ്പൊ നാളെ നടക്കുന്ന പ്രശ്നങ്ങളാണ് ഇന്നും ചുമന്നു നടക്കുന്നത്. നമ്മൾ ഇപ്പൊ ലൈവിൽ ജീവിക്കുക. ഇപ്പൊ നമ്മുടെ മുമ്പിൽ എന്താണല്ലോ വെച്ചിരിക്കുന്ന പ്രശ്നം, ആ പ്രശ്നത്തിൽ നിന്ന് മോചനാകാൻ നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. പടച്ചവന് സഹായം ഉണ്ടാകും. റബ്ബിൽ തവക്കുലാക്കിയിട്ട് ലൈവിൽ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യുക എന്നതാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. നാളെക്കുറിച്ചുള്ള ആശങ്കകൾ വേണ്ട, പോയ കാലത്തിന്റെ ഭാരങ്ങളും ചുമക്കേണ്ട. അവിടെയാണ് ടെൻഷൻ ഉണ്ടാവുന്ന. ടെൻഷൻ ഫ്രീ ആയി സ്വസ്ഥമായി സമാധാനമായി ജീവിതത്തിന്റെ ഹലാപത്തുനിന്ന് രുചിക്കും മനുഷ്യരെ. ജീവിതത്തിന് രുചിയുണ്ട്. കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്ന നല്ല നിമിഷങ്ങളുണ്ട്, അത് ആസ്വദിക്കാൻ പറ്റണം. മക്കൾ കളിക്കുന്നത് കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് കഴിയാതെ പോയതാണ്. നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ്.
അയ്യോ നാളെ ഇനി എന്തൊക്കെ ചെയ്യാണ്ടെന്നുള്ളത്. അത് കാരണം കുട്ടികൾ കളിക്കുമ്പോൾ കളി കാണാൻ പറ്റുന്നില്ല. അവർ നല്ല ചിത്രം വരച്ചിട്ട് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അത് നോക്കിയിട്ട് നല്ല കൊള്ളാമെന്ന് പറയാൻ പറ്റുന്നില്ല. മക്കൾ മുമ്പിൽ നിന്നൊരു പാട്ട് പാടുമ്പോൾ അത് കേൾക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. പിന്നെ എന്താണ് ജീവിതം? അവർക്ക് പറയാനുള്ളത് കേൾക്കലും അവരെ കളിയും ചിരിയും കാണലും ഭാര്യയുടെ ആവശ്യങ്ങളും അവരുടെ സങ്കടങ്ങളും അവരുടെ സന്തോഷങ്ങളും പങ്കിടുമ്പോൾ അതൊക്കെ കേട്ടിരിക്കലും ഉമ്മായും വാപ്പാക്കും പറയാനുള്ളത് ഒപ്പം കേട്ടിരിക്കലും, ഇതൊക്കെയല്ലേ ജീവിതം? ടെൻഷൻ പിടിച്ച് ജീവിതം കൊണ്ടോടിയിട്ട് ഇതൊക്കെ